ലക്ഷറി കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ചുറ്റുമുള്ള മനുഷ്യരെ നിശബ്ദരാക്കി സോഫയിൽ ഇരിപ്പുറപ്പിക്കുന്ന റോളക്സ്, തേളിന്റെ പച്ചകുത്തും ഗാഡ്ജറ്റുകളും നൽകിയ ഹൈപ്പിനൊപ്പം അയാളുടെ ഷാർപ്പ് കണ്ണുകളിലൊന്ന് അടച്ചു തുറന്നപ്പോൾ തിയേറ്ററിൽ ഉയർന്ന ആരവത്തിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ഉലകനായകൻ സാക്ഷാൽ കമലഹാസന്റെ ഏറ്റവും ഹൈപ്പേറിയ ചിത്രത്തെ ഏറ്റവും ഒടുവിൽ ഒരു ക്യാമിയോ റോളിൽ തന്റേതുകൂടിയാക്കി തീർത്ത ഷോ സ്റ്റീലർ സൂര്യയുടെ അത്ര തന്നെ ഇന്റൻസ് ആയ ഒരു സിംഗിൾ ബ്ലോക്ക് ബസ്റ്ററിനാണ് കുറെ കാലങ്ങളായി സിനിമാ ലോകം കാത്തിരുന്നത്. അത്തരമൊരു മാസ് ആക്ഷൻ പെർഫോമിംഗ് പീക്ക് സൂര്യ കാർത്തിക് സുബ്ബരാജുമായി കൈകോർത്തത് കേരളത്തിലടക്കം ആഘോഷമായതും ആ നടിപ്പിൻ നായകന്റെ വെയിറ്റുള്ള സ്വാഗുള്ള ഒരു കംബാക്ക് മുന്നിൽ കണ്ടാണ്. റെട്രോ പക്ഷേ അങ്ങനെ ഒരു പടമല്ല, അത് പൂർണ്ണമായും ഒരു കാർത്തിക് സുബ്ബരാജ് പടമാണ്, അഥവാ കാർത്തിക് ഫ്ലേവറിൽ ഒരു സൂര്യ പടം. കാർത്തിക് സുബ്ബരാജിന്റെ മുൻ ചിത്രങ്ങളുടെ ഫോർമാറ്റുകളെ പൊളിക്കാതെ നോവിക്കാതെ മറ്റൊരു സെറ്റിലേക്ക് മാറ്റിയെടുത്തു വെച്ച ചിത്രമായി റെട്രോ അതിന്റെ കഥയുടെ ഒഴുക്കിൽ അനുഭവപ്പെടും. സൂര്യയുടെ ആക്ഷൻ രംഗങ്ങൾക്ക് കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടെങ്കിലും കൂടുതൽ സ്റ്റൈലിഷ്ഡ് ആണെങ്കിലും അഭിനയ മുഹൂർത്തങ്ങളുണ്ടെങ്കിലും അടുത്തിടെ പുറത്തിറങ്ങിയ ധാരാളം തമിഴ് ചിത്രങ്ങളിൽ കണ്ടു പരിചയിച്ച പ്ലോട്ട് സ്ട്രക്ചറുകൾ കാഴ്ചക്കാർക്ക് വിരസതയുണ്ടാക്കുന്നതായി. കാർത്തിക് സുബ്ബരാജിന്റെ ചിത്രങ്ങളിലെ ചില റിവീലുകൾ തരുന്ന അഡ്രിനാലിൻ റഷ് സുപ്രസിദ്ധമാണ്. റെട്രോ പക്ഷേ അത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഗ്രൗണ്ടഡ് ആയ ആഴമുള്ള കഥയാണ് അയാൾക്ക് പറയാനുള്ളത്. ഒരു ഡ്രമാറ്റിക് സെറ്റിംഗ് തന്നെയാണ് കാർത്തിക് സുബ്ബരാജിന്റെ ശൈലി. അവിശ്വസനീയമായതിനെ റിയലിസ്റ്റിക് ആയി പ്രസന്റ് ചെയ്യാൻ അയാളുടെ വിഷ്വലുകൾക്ക് അസാധ്യ കഴിവാണ്. പേട്ട തന്നെ ഉദാഹരണം എടുത്താൽ കാളിയുടെ ആട്ടം അത്ര ബിലീവബിൾ അല്ല, പക്ഷേ അത് റിയൽ എന്ന് വിശ്വസിക്കാൻ പ്രേക്ഷകരെ തയ്യാറെടുപ്പിക്കുകയാണ് സംവിധായകൻ. മഹാനിലും ജിഗർദാണ്ടയിലും പിസയിലും എല്ലാം ആ രീതി തന്നെയാണ് തുടരുന്നത്. പക്ഷേ റെട്രോയിൽ കഥയുടെ നാടകീയത റിയലിസ്റ്റിക് ടൂളുകളിലേക്ക് എത്തിക്കാൻ പലയിടങ്ങളിലും കാർത്തിക് സുബ്ബരാജിനെ കൊണ്ട് സാധിച്ചിട്ടില്ല, പ്രത്യേകിച്ചും ക്ലൈമാക്സിൽ. അപ്പോഴും പ്രേക്ഷകർ കാത്തിരുന്ന സൂര്യയെ ഒരുക്കിയെടുക്കാൻ കാർത്തിക് സുബ്ബരാജിന് സാധിക്കുന്നുണ്ട്. ആക്ഷനൊപ്പം റൊമാൻറ്റിക് ആയ സ്റ്റൈലൈഷ്ഡ് ആയ പെർഫോമറായ സൂര്യ ചിത്രത്തിന്റെ കാതലാണ്. അത്രയും സ്വാഗോടെയാണ് ഓരോ ഫ്രെയിമിലും അയാൾ എത്തുന്നത്. ആക്ഷൻ രംഗങ്ങളെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ പെർഫെക്റ്റ് കൊറിയോയിൽ ഒരുക്കുന്നുണ്ട്. റൊമാൻറ്റിക് ആകുമ്പോഴും ഇമോഷണൽ ആകുമ്പോഴും എവിടെയോ നഷ്ടമായ ഒരു നായകനെ ഫ്രെയിമുകൾ ഓർമ്മപ്പെടുത്തും. ആദ്യ ഭാഗത്തെ ഒരു ലോങ് സിംഗിൾ ഷോട്ട് ആക്ഷൻ രംഗത്തിൽ ചിത്രം അതിന്റെ പീക്കിലെത്തും. അവിടെ പാരി എന്ന നായകൻ കറുപ്പും വെളുപ്പും ഇടകലർന്ന ഒരു പെർഫെക്റ്റ് ഗ്രേ ഷെയ്ഡിൽ ഹീറോയിക് ആവും. സന്തോഷ് നാരായണന്റെ മ്യൂസിക് കൂട്ടിനെത്തുമ്പോൾ റെട്രോയ്ക്ക് ലഭിക്കുന്നത് ഗാംഭീര്യമുള്ള തുടക്കമായിരുന്നു. പക്ഷേ ആ ഇന്റൻസിറ്റി പോകെ പോകെ ചിത്രത്തിൽ നിന്നും ഫെയ്ഡ് ആകും. പീക്ക് പോയിന്റുകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ബിലീവബിൾ പോലും അല്ലാത്ത ഡ്രമാറ്റിക് സീനുകളാണ് അവിടെ സമ്മാനിക്കുന്നത്. പൂജ ഹെഗ്ഡെ എന്ന നായിക അപ്പോഴും അവിടെ മിസ്ഫിറ്റ് ആണ്. മേക്കപ്പ് കൊണ്ടും കോസ്റ്റ്യൂം കൊണ്ടും അവരെ കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്യിക്കുന്നതായി തോന്നി. കഥാപാത്രത്തിന് ഇണങ്ങുന്ന നിരവധി നായികമാർ അപ്പോഴും ചിത്രത്തിന് പുറത്തുണ്ടായിരുന്നു. കഥാപാത്രത്തിന് വേണ്ട നടികരെ ചൂസ് ചെയ്യുക എന്നതായിരുന്നു കാർത്തിക്കിന്റെ ശൈലി. പക്ഷേ റെട്രോയിൽ പലയിടത്തും കാസ്റ്റിംഗ് കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾക്ക് വഴങ്ങും വിധമായി. കഥാപരമായ റെട്രോ പഴക്കം തട്ടി തന്നെ ഇരുന്നെങ്കിലും ടെക്നിക്കലി ഫ്രഷ് ആണ്. ശ്രേയസ് കൃഷ്ണയുടെ സിനിമാറ്റോഗ്രഫിക്ക് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മലയാളി കൂടിയ ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് കൂടെയാണ്. പ്രത്യേകിച്ചും റിഥമിക് ആയ ആക്ഷൻ കട്ടുകളിൽ സന്തോഷ് നാരായണന്റെ ബീറ്റും ചിത്രത്തിനെ അത്യധികം ഉയർത്തിയെടുക്കുന്നുണ്ട്. തുറിച്ചൊരു നോട്ടത്തിൽ കുഞ്ഞനൊരു ഡയലോഗിൽ രോമാഞ്ചമുണ്ടാക്കിയാണ് സ്ക്രീനിലെ കാർത്തിക് സുബ്ബരാജ് പടം എന്ന ഡയറക്ടേഴ്സ് ടൈറ്റിൽ പ്രത്യക്ഷപ്പെടുക. അവിടെ ഇരച്ചു കയറുന്ന അഡ്രിനാലിൻ റഷിലാണ് പ്രേക്ഷകർ തിയേറ്റർ വിടുക. ശക്തമായ ഒരു കഥയുടെ, പകരം വെക്കാനാവാത്ത പ്രകടനങ്ങളുടെ, ഷോട്ടുകളുടെ, കഥാപാത്രമായി മാറുന്ന പല പല ഒബ്ജക്റ്റുകളുടെ ഒക്കെയും ഒരു കവചം ഉണ്ടായിരിക്കും അതിന്. പക്ഷേ റെട്രോയിൽ അതിലെന്തൊക്കെയോ എവിടെയൊക്കെയോ നഷ്ടമായിട്ടുണ്ട്.